UG's കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടൊമാറ്റോ സൂപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ടൊമാറ്റോ സൂപ്പ് കുടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. തണുപ്പത്തും അതുപോലെ തന്നെ മഴക്കാലത്തും കുരുമുളക് പൊടി നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. കോൾഡ് വരാതെയും. കുറച്ച് ബട്ടർ കൊടുക്കണം. ബട്ടർ ക്യൂബ്സ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ബ്രെഡ് നമ്മൾ ചെറിയ പീസസ് ആക്കി നമ്മൾ ക്രിസ്പാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ക്രിസ്പായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് ടൊമാറ്റോ സൂപ്പ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് 3-4 ടൊമാറ്റോ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ 2 ടീസ്പൂൺ ഗീ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3-4 ഗാർലിക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. അധികം വേണ്ട. ഇത് ചെറിയ ഉള്ളി ഇട്ടാൽ മതി. കാരണം ഇതിൻ്റെ ടൊമാറ്റോയുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ല ഇതിൻ്റെ ടേസ്റ്റ്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ കളർ മേക്കിങ്. ഇത് നമുക്ക് കൂടുതൽ കളർ കിട്ടുകയും അതുപോലെ തന്നെ ടേസ്റ്റ് അല്പം ചേഞ്ച് ആക്കി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഇത് ഇളക്കി ഒരു മിനിറ്റ് നേരം ഇളക്കിയതിന് ശേഷം ഷാലോ ഫ്രൈക്ക് ശേഷം നമുക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. പുതിനയില എൻ്റെ അടുക്കെ തീരെ കുറവായിരുന്നു. പുതിന നല്ല ഫ്രഷായിട്ടുള്ള പുതിനയില ഇത്തിരി അധികം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അരോമ വളരെ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഇട്ടതിന് ശേഷം തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുക്കറിലൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. കുക്കറിലല്ലാതെ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് എൻ്റെ ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ഇത് കുക്കായി വരും. പിന്നെ നമുക്കിത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മളൊന്ന് തിള വന്നതിന് ശേഷം 3 to 5 മിനിറ്റ്സ് നമ്മൾ ഇത് ഡക്കൺ വെച്ച് നന്നായിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റീം കൊണ്ട് വളരെ പെട്ടെന്ന് ഇത് കുക്കായി വരും. തക്കാളി കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുക്കുന്നതിന് മുമ്പ് ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കരുത്. ജാറിൻ്റെ അടപ്പ് പൊങ്ങിപ്പോകും. അത് നമുക്ക് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ തണുത്തോ ഇല്ലയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കൈ കൊണ്ട്. അപ്പോൾ അത് ശരിക്കും തണുത്തിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോയും വെന്തു, ക്യാരറ്റും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതിനെ അരച്ചെടുക്കണം. അത് നമ്മുടെ ഈ നല്ലപോലെ അരച്ചെടുത്ത ഈ പേസ്റ്റ് നമ്മൾ ആ സെയിം ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3-4 പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധികം വെള്ളം ചേർക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഞാൻ ആ പേസ്റ്റിനോടൊപ്പം നമ്മുടെ ഈ കപ്പിന് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കോൺഫ്ലോർ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഓവറാക്കരുത്. ഒരുപാട് തിക്കാകാതിരിക്കാൻ ഞാൻ 1 സ്പൂണ് മാത്രമേ ഈ കോൺഫ്ലോർ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലോർ തയ്യാറാക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് കട്ട കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇനി നമ്മുടെ കോൺഫ്ലോർ തയ്യാറാക്കാം. ഇതാണ് കോൺഫ്ലോറിൻ്റെ പാക്കറ്റ്. ഇതിൽ നിന്ന് ഞാൻ 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് ആക്കണം. അല്ലെങ്കിൽ ഇത് കട്ട കുത്തും. കട്ട കുത്തിയാൽ ശരിയാവില്ല. നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും കട്ടയില്ലെങ്കിൽ നമുക്കതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കാം. പിന്നെ അത് കട്ടയുണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ടേ ഒഴിക്കാവുള്ളൂ. കാരണം അത് നമ്മുടെ ഇപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് അവിടെ കിടന്ന് തിളയ്ക്കുമല്ലേ, അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേനും കട്ട കൂടി പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഡൈലൂട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ അരപ്പിലേക്ക് ടൊമാറ്റോയുടെ പേസ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോയുടെ പേസ്റ്റും വാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഗ്യാസ് ഓണാക്കി വെച്ചുകൊണ്ടാണ് ഇത് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് ഗ്രാജുവലി ഇളക്കി തന്നെ തിളച്ച് വരും. തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് മാക്സിമം കുക്കായി വന്നു. പിന്നെ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ഒരു പൊടിക്ക് ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല.
കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇത്രയും മതി, അതുകൊണ്ട് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ പഞ്ചസാര 1 സ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മധുരം വേണ്ടെന്നുള്ളവർക്ക് പഞ്ചസാര കുറച്ചിട്ടാൽ മതി. പഞ്ചസാര ഒരു 1-1.5 സ്പൂൺ വരെ ആയാലും ഒരു കുഴപ്പമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.